അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനികളെ, ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുന്ന സമയം റോമിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു റോമിലേക്ക് പോകുന്നത്. ആ സമയത്ത് ഒരു അനുചരൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ ഖലീഫ, അങ്ങ് അറബികളുടെ നേതാവായി കൊണ്ടാണ് റോമിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് അങ്ങയുടെ ഈ വേഷവിധാനം ചിലപ്പോൾ അരോചകമായിട്ട് അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് ഈ വേഷവിധാനം ഒന്ന് മാറ്റി അവർക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണം നടത്തുകയാണെങ്കിൽ അത് വളരെ നന്നായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു അനുചരൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മൾ ലോകത്ത് ഒന്നുമല്ലാത്തവരായിരുന്നു. അല്ലാഹു തആല നമുക്ക് ഇസ്സത്ത് നൽകിയത് പരിശുദ്ധമായ ഇസ്ലാമിലൂടെയാണ്. ഇനി നാം ഇസ്സത്ത് ആഗ്രഹിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ മാറ്റിവെച്ചുകൊണ്ടാണ് നാം ഇസ്സത്തിനെ ആഗ്രഹിക്കുന്നത് എങ്കിൽ, എന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കലേക്ക് പോകുമ്പോൾ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് യോജിക്കുന്ന രീതിയിലായിട്ടാണ് നാം പോകുന്നതും അവരുടെ അടുക്കൽ നിന്നും നാം ഇസ്സത്തിനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉമർ റളിയല്ലാഹു തആല പറയാണ്, അതല്ലനല്ലാഹ്, അല്ലാഹു തആല നമ്മെ ഒന്നുമല്ലാതാക്കും, അല്ലാഹു തആല നമ്മെ നിസ്സാരന്മാരാക്കി കളയുമെന്ന് ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്. വല്ലാത്തൊരു മറുപടി ആയിരുന്നു അത്. എന്താണ് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത്? നമ്മൾ ലോകത്ത് ഒന്നുമല്ലാത്തവരായിരുന്നു. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടാണ് അല്ലാഹു തആല നമ്മളെ ഇസ്സത്താക്കിയത്. അപ്പൊ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ മാറ്റി നിർത്താൻ നാം തയ്യാറായി കഴിഞ്ഞാൽ ലോകത്ത് ഒന്നുമല്ലാത്തവരായിട്ട് നാം മാറും എന്നത് ഉമർ റളിയല്ലാഹു തആല അന്ന് പറഞ്ഞ വാക്കാണ്. ഇത് വളരെയധികം നാം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പ്രാകൃതമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ മാറ്റി നിർത്തുന്ന ചില പ്രവണതകൾ സമൂഹത്തിൽ വരാറുണ്ട്. ഇപ്പൊ ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ വരുമ്പോൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ചുള്ളതായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്നത്തെയോ അല്ലെങ്കിൽ നാളത്തെയോ കാര്യം മാത്രമല്ലല്ലോ പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത്. ഭാവിയെ സംബന്ധിച്ച് ആണ് ചിന്തിക്കുന്നത്. ഭാവിയെ സംബന്ധിച്ച്, മക്കളുടെ ഭാവിയെ സംബന്ധിച്ചാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ളതായ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ മക്കൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവരുടേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത്. വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു അവർക്കെതിരെയുള്ളതായ വിമർശനങ്ങളിൽ പറയുന്ന വാക്കുകളിൽ പലരും പറയുന്നത് ഇവരിപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കയറിയിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആ ഒരു ഇസ്ലാമിന്റെ ചര്യ വിടാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇസ്ലാം നിഷ്കർഷിക്കുന്ന കാര്യം എന്താണോ അത് വിട്ട് കളിക്കാൻ ഇവർ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ബഹുമാനികളെ, അങ്ങനെ വിട്ട് കളിക്കാൻ തയ്യാറല്ല പണ്ഡിതന്മാർ. പണ്ഡിതന്മാരെന്നല്ല, മുസ്ലിമീങ്ങൾ ആരും അതിന് തയ്യാറല്ല. പിന്നെ അറിവില്ലായ്മ കൊണ്ട് ഇസ്ലാമിന്റെ നാമധാരികൾ പലരും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് മൗനാനുവാദം നൽകിക്കൊണ്ട് പലരും അതിന് മുന്നിട്ടിറങ്ങി വരുന്നുണ്ട്. എന്താണെങ്കിലും പണ്ഡിതന്മാർ അവരുടേതായ അഭിപ്രായങ്ങൾ പറയും. എന്താണ് അഭിപ്രായങ്ങൾ പറയുന്നത്? ഇസ്ലാമിന്റെ നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ എന്ത് കാര്യം വന്നാലും അതിനുള്ള അഭിപ്രായങ്ങൾ പറയും. കാരണം എന്താ? നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മളെ അല്ലാഹു തആല ഇസ്സത്താക്കിയത് ഇസ്ലാം കൊണ്ട് തന്നെയാണ്. ആ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾക്കോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഏത് കാര്യങ്ങൾ വന്നാലും അതിനെ അനുകൂലിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നാശത്തിലേക്കുള്ളതായ പോക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 4ാമത്തെ ഒരു പരാതിയും അത് തന്നെയാണ്. ഇന്നൽ ഇസ്സത ലി, എല്ലാ അഭിമാനവും എല്ലാ ഉയർച്ചയും അത് എനിക്കുള്ളത് തന്നെയാണ്. അനൽ മുഇസ്സു, ഞാനാണ് ആരെ ഉയർത്തണമെന്നും ആരെ താഴ്ത്തണമെന്നും ഉദ്ദേശിക്കുന്നവൻ. എന്നാൽ വഹും യത്ലുബൂനൽ ഇസ്സത മിൻ സിവായ, മനുഷ്യന്മാര് ഇസ്സത്തിനെ ആഗ്രഹിക്കുന്നു, അവർ പ്രതാപത്തെ ആഗ്രഹിക്കുന്നു ഞാനല്ലാത്തവരിൽ നിന്നും. എന്റെ നിയമം അല്ലാത്ത നിയമങ്ങളിലൂടെ, എന്റെ ആഗ്രഹങ്ങൾ അല്ലാത്ത മറ്റ് ആഗ്രഹങ്ങളിലൂടെ, എന്റെ തീരുമാനങ്ങളല്ലാത്ത മറ്റ് തീരുമാനങ്ങളിലൂടെ ഇസ്സത്തിനെ അവർ ആഗ്രഹിക്കുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അത് പരാതിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വാഖിർ ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.